കേരള കാർഷിക സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. നാടകത്തിന്റെ വിധി പ്രഖ്യാപിച്ചതിൽ വിവേചനമുണ്ടെന്നാരോപിച്ച് വിധികർത്താക്കളെ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ചു. പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ സ്ഥലത്തുനിന്ന് മാറ്റിയത്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇത് കയ്യാങ്കളിയിൽ വരെ എത്തിയെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് മത്സരാർത്ഥികളുടെ ആരോപണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള കാർഷിക സർവകലാശാലയുടെ കലോത്സവം മണ്ണുത്തിയിൽ നടന്നു വരികയാണ്. ഇതിന്റെ പല ഇവന്റുകളിലും വിധി നിർണയത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഏകപക്ഷീയമാണ് വിധി നിർണയം എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് വിധി നിർണയത്തിൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് യോഗ്യതയുള്ളവരല്ല വിധി നിർണയം നടത്തുന്നത്, അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള വിധി നിർണയമല്ല, അതുപോലെ തന്നെ പക്ഷപാതരഹിതമല്ല എന്നുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാടകത്തിന്റെ വിധി പ്രഖ്യാപനം കൂടി വന്നതോടെയാണ് വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ഇപ്പോൾ കാണുന്നത് ഇന്ന് പുലർച്ചെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾ വിധികർത്താക്കളെ തടഞ്ഞു വെക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് എത്തി അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് പോലീസിനെ സംഘർഷം നിയന്ത്രിക്കേണ്ടി വന്നത്. ഏതായാലും വലിയ രീതിയിൽ തർക്കം ഉടലെടുത്തതോടുകൂടി വിധികർത്താക്കളെ പോലീസ് സ്ഥലത്തു നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ഇന്നും ഇത് സംബന്ധിച്ചുള്ള ചർച്ച കലോത്സവത്തിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ഇനങ്ങളുടെ വിധി പ്രഖ്യാപനം സുതാര്യമാക്കാമെന്ന് സർവകലാശാല അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ഇത് ഏകപക്ഷീയമാണെന്ന ആരോപണം തുടരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ചർച്ച നടത്തിയ ശേഷമായിരിക്കും കലോത്സവം തുടരുക. ശരി, അപ്പോൾ കലോത്സവം വരെ നിർത്തിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിധി നിർണയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അവിടെ വീണ്ടും തുടർന്നുള്ള മറ്റു കാര്യങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക.